ഇത് മഹീന്ദ്ര 475 DI ഭൂമിപുത്ര എന്ന സീരിയൽ നമ്പറിൽ വരുന്ന ട്രാക്ടറാണ്. 42 HP. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ റേഡിയേറ്ററിലത്തെ വെള്ളം ലീക്കുണ്ട്. അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളീൻ്റെ അവിടുത്തെ സീലും ലീക്കുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് റേഡിയേറ്റർ അതിൻ്റെ കടലിൽ കൊടുത്തിട്ട് സീലൊക്കെ മാറ്റി ക്ലിയർ ചെയ്യും. അപ്പോൾ അതിൽ വർക്കെടുക്കുന്നത് ദാസൻ ആലത്തൂർ മെക്കാനിക്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് ആദ്യം നോക്കാം. ഇതിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ റേഡിയേറ്ററിനുള്ളിൽ ഇങ്ങനെ എയർ തിങ്ങുമ്പോൾ ആണ് ഈ ലീക്ക്. അതുപോലെ ഇതിൽ കൂടെയാണ് ഓയിൽ ലീക്ക്. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളി എഞ്ചിന്. അതിനകത്ത് കൂടെ കുറച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇതിലൂടെ ഓയിൽ ലീക്ക്. ഇതിൽ എഞ്ചിനിൽ ഓയിൽ കുറയും. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ കൂടി വരെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ റേഡിയേറ്റർ ആദ്യം കുറച്ച് റേഡിയേറ്റർ വെക്കണം. ഇതാണ് അതിൻ്റെ റേഡിയേറ്ററിൻ്റെ ബോൾട്ട് ഇതിൻ്റെ താഴെയാണ് വരുന്നത്. 2 ബോൾട്ട് താഴെ വരും. ഇതാണ് ഒരു ബോൾട്ട്, ഈ സൈഡിലത്തെ ഒരു ബോൾട്ട്. ഇതേപോലെ ആ സൈഡിലുണ്ടാവും ഒന്ന്. താഴെ 2 ബോൾട്ടാണ് വരിക. പിന്നെ മേലുള്ള ഈ പൈപ്പ്, ഈ എൽ പൈപ്പ് വരണം. പിന്നെ ഇതാ ഒരു ബ്രാക്കറ്റ് സപ്പോർട്ടിന് കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ആ സൈഡിൽ വന്നാൽ, ഈ സൈഡിൽ വന്നാൽ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ താഴെ ഒരു ബോൾട്ട്, ഈ പൈപ്പ് വരണം. അത് റേഡിയേറ്ററിന് താഴെയുള്ള ബോൾട്ട് അതേ അപ്പുറമുള്ളത് ആ സൈഡിലുള്ളത് അതേപോലെ തന്നെ. ഇതൊരു 18 സൈസിൻ്റെയാണ് അതിൻ്റെ താഴെയുള്ള ബോൾട്ട് വരിക. 8 ബോൾട്ടാണ് വരിക താഴെ. പിന്നെ ഫ്രണ്ട് ആ സീല് മാറ്റണമെങ്കിൽ ഈ ബോൾട്ട് വരണം. ഇതൊരു 24 സൈസാണ് വരിക. സ്പാനർ സൈസ് 24 സൈസാണ് വരിക. 4 ബോൾട്ട് വരികയല്ലേ ഫ്രണ്ട് മൊത്തം അത് പുറത്ത് കിട്ടണം. ഇതേപോലെ എടുത്തതിന് ശേഷം അത് ആ സ്പാനർ കിട്ടാത്തതുകൊണ്ടാണ് ഈ വെട്ടുമ്പോൾ വെച്ച് കണ്ട് വെട്ടി വരുന്നത്. ഇതാണ് നമ്മുടെ മെക്കാനിക്. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളി. ഇതിന് ശരിക്കും നിപ്പുണ്ടാണ് അഴിക്കണത്. ഇത് ഗ്രീസ് ഇതാണ് അല്ലേ? സ്റ്റെപ്പുണ്ടാ അടുവാണോ? ബാബുട്ടനാണോ? പോട്ടല്ലേ? അറിയില്ല, എനിക്ക് പരിചയമുള്ള ഇത് കൊടുക്കില്ലെന്നല്ലേ അല്ലേ? പോലെ പുള്ളിയെല്ലാം ഫിറ്റ് ചെയ്ത്, സീലെല്ലാം കുടുക്കി പുള്ളിയെല്ലാം ഫിറ്റ് ചെയ്ത് ഫാന് ടൈറ്റ് ചെയ്യാണ്. ഫാനൊരു 4 ബോൾട്ട്, 4 ബോൾട്ട് ടൈറ്റ് ചെയ്യണം. ഫ്രണ്ട് മൗണ്ട് സെറ്റ് ചെയ്ത് അതിനൊരു 4 ബോൾട്ട് വരും. അത് ഫുൾ ടൈറ്റാക്കി നമ്മളെ മെക്കാനിക്ക് ഒരു 10-35 വർഷമായി. നമ്മൾ ആലത്തൂർ എന്നുള്ള സ്ഥലത്ത്, പാലക്കാടാണ് സ്ഥലം.
ഇദ്ദേഹത്തിൻ്റെ സ്ഥലം പാലക്കാടാണ്. ഒരു 35 വർഷമായി ഇവിടെ ആലത്തിയൂർ. മഹേന്ദ്രൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴുണ്ട് ലക്ഷദ്വീപ്, കേരളത്തിൻ്റെ പുറത്തെല്ലാം ആൾക്കാർ വിളിച്ചുകൊണ്ട് പോകത്തുണ്ട് വർക്കെടുക്കാൻ. കമ്പനി സർവീസിന് പോയിരുന്ന ആളാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക്കാണ്. 4 ബോട്ടിൽ ഓടുന്നത്. റേഡിയേറ്റർ ഫിറ്റ് ചെയ്യുന്ന പണിയിലാണ്. റേഡിയേറ്ററെല്ലാം ഫുൾ ക്ലീൻ ചെയ്ത് അതിൻ്റെ ലീക്കുകളൊക്കെ നിർത്തി. അപ്പോൾ പുതിയ റേഡിയേറ്ററിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണോ അതേ കണ്ടീഷനാണ് ഇപ്പം ഈ റേഡിയേറ്ററിനുള്ളത്. കാരണം ഞാൻ 1.25 വില പറഞ്ഞു. കരിയും KGV-യിലും വണ്ടിയും 2010. കാരണം കരിയും KGV-യിലും കിട്ടും ഒരു 50 രൂപ രണ്ടും കൂടെ. കാരണം KGV-യിൽ ഒന്നും ആയിട്ടില്ല. ഇത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നല്ല ലീക്ക് ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയുള്ളൂ. സ്റ്റാർട്ട് ചെയ്തു. മേൽഭാഗത്ത് കൂടെ ലീക്ക് ഉണ്ടാവുന്നു. മേൽഭാഗത്തൂടെ ലീക്കൊന്നും വരുന്നില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.